ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് നമ്മുടെ വിഷയം എന്താ വെച്ചാൽ, നമ്മൾക്ക് ചുറ്റും ഇഷ്ടം പോലെ സൂപ്പർ മാർക്കറ്റുകളും ചെറുകിട കച്ചവടക്കാരും ഉണ്ട്. നമ്മുടെ ഈ പർച്ചേസിങ് സ്വഭാവം തന്നെ ഇന്ന് മാറിയിരിക്കുന്നു. എല്ലാവർക്കും ഓൺലൈൻ പർച്ചേസിങ്, സൂപ്പർ മാർക്കറ്റിലെ പർച്ചേസിങ് ആണ് പലരും ചെയ്യുന്നത്. ഈ സൂപ്പർ മാർക്കറ്റും ഓൺലൈനും ചെയ്യുന്നവർ ഒരു 90% വലിയ വലിയ കോർപ്പറേറ്റ്സുകളാണ്. അപ്പോൾ അവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ എന്ന് നമ്മൾ ചിന്തിക്കുക. അവർ വലിയ വലിയ മാളുകൾ തുറന്നിട്ട് എല്ലാ കച്ചവടവും പേഴ്സൺ നെറ്റ് വിട്ട് മത്സ്യം പിടിക്കുന്ന പോലെ എല്ലാ കച്ചവടവും അവർ പിടിക്കുന്നു. ചെറുകിട കച്ചവടക്കാർ വളരെ നഷ്ടത്തിലും കഷ്ടത്തിലുമാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംരക്ഷിക്കേണ്ട കടമ നമ്മൾക്കില്ലേ? നമ്മൾക്കൊരു മനുഷ്യത്വമില്ലേ? പണ്ട് കാലത്ത് നമ്മൾ അവരുടെ കടകളിൽ നിന്നാണ് സാധനം വാങ്ങിക്കൊണ്ടിരുന്നത്. ഒരു പറ്റ് ബുക്ക് ഉണ്ടായിരുന്നു. ആ പറ്റ് ബുക്കിൽ ഓരോ ദിവസം ഞങ്ങൾ വാങ്ങുന്ന സാധനങ്ങളുടെ ലിസ്റ്റും വിലയും എഴുതി അവർ കൂട്ടി വയ്ക്കും. ഇത് കഴിഞ്ഞ് മാസാവസാനം ആകുമ്പോഴത്തേക്കും 500 കൊടുക്കുകയാണെങ്കിൽ 400 കൊടുക്കും, ബാക്കി 100 രൂപ നിർത്തും. ഇങ്ങനെ ചെയ്തിരുന്ന ഈ കച്ചവടക്കാർ വലിയ വലിയ കെട്ടിടങ്ങൾ പണിയാനോ കാറ് വാങ്ങാനോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ പറക്കാനോ വേണ്ടിയിട്ടല്ല കച്ചവടം ചെയ്യുന്നത്. അവരൊരു ചെറിയ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് അവർ കച്ചവടം നടത്തുന്നത്. ഇന്ന് അവർ വളരെയധികം കഷ്ടപ്പാടിലാണ്. ഈ ഭീമന്മാരിൽ വന്നിട്ട് അവർ കച്ചവടം മുഴുവൻ നശിപ്പിക്കുന്നു. നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മളെപ്പോലെ തന്നെ അവർക്കും ജീവിക്കേണ്ടേ? അപ്പോൾ എൻ്റെ അഭ്യർത്ഥനയാണ്, നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ്, കഴിയുന്നതും നിങ്ങൾ ഈ ചെറിയ കച്ചവടക്കാരോട് ചെന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. കോർപ്പറേറ്റ്സിൻ്റെ മാളുകളും മറ്റേതും കഴിയുമെങ്കിൽ ഒഴിവാക്കുക. വിലയിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അവർ ഒരു ഐറ്റത്തിന് വില കുറച്ച് കാണിക്കുന്നു, മറ്റേ ഐറ്റത്തിന് കഴുത്തറപ്പൻ റേറ്റ് വാങ്ങുന്നു. അവർ മൊത്തത്തിൽ നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചെറിയൊരു കുടുംബം പുലർത്താൻ വേണ്ടി ഈ ചെറുകിട കച്ചവടക്കാർ നടത്തുന്ന കച്ചവടക്കാരെ നമ്മൾ സഹായിക്കുക. അവിടെ പോയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കടം പോലും ചിലപ്പോൾ കിട്ടും. സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ റെഡി ക്യാഷ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സാധനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഈ പാവപ്പെട്ട സാധാരണ ചെറിയ കച്ചവടക്കാരെയും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അവരെ ഹെൽപ്പ് ചെയ്യുക. അവരെ ജീവിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം തന്നെ ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അവരെ നമ്മൾ കൈയഴിഞ്ഞ് സഹായിക്കുക. നമ്മൾക്ക് ഒരു പക്ഷേ 10 പൈസയോ 25 പൈസയോ 50 പൈസയോ നഷ്ടപ്പെട്ടാലും അവരോടൊപ്പം നിന്ന് അവരെയും കൂടെ കരകയറ്റാൻ വേണ്ടി നമ്മൾ സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.